തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമ്പോൾ മുംബൈ ഭീകരാക്രമണ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് NSG കമാൻഡോ ആയിരുന്ന PV മനീഷ്. ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മനീഷിന് പ്രതികൾക്കെല്ലാം പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹം. മുംബൈ ഭീകരാക്രമണമുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ച് എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ആ കമാൻഡോ ഓപ്പറേഷനിൽ പങ്കെടുത്ത NSG കമാൻഡോ ആയിരുന്ന PV മനീഷ്, അദ്ദേഹം അന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത വ്യക്തിയാണ്. മനുഷ്യേട്ടാ, ഇപ്പോൾ ഒരു പ്രതിനെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ശരിക്കും അന്നത്തെ ആ നിമിഷം അനുഭവിച്ച ഒരാളാണ്, എന്നെ നേരിട്ടൊരു വ്യക്തിയാണ്, അതിജീവിച്ചൊരു മനുഷ്യനാണ്. എന്തു തോന്നുന്നു ശരിക്കും? ഏകദേശം ആ ഓപ്പറേഷനിൽ ഒരു 166 ആളും മരിക്കുകയും ഏകദേശം 500-ൽ പരം ആൾക്കാർക്ക് പരിക്കുപറ്റുകയും ചെയ്തു. പക്ഷേ അവിടെ കണ്ടൊരു ഭീകരാവസ്ഥ എന്നത് വളരെ പൈശാചികമായിരുന്നു. കാരണം നമ്മുടെ കുട്ടികളടക്കം അതേപോലെ തന്നെ പല ആൾക്കാരെയും കൊന്നടക്കിക്കൊണ്ട് അവരുടെ ബ്ലഡുകളൊക്കെ ഒരു ചളി പോലെ കെട്ടിക്കിടക്കുന്നു. ഹോട്ടലുകളിൽ എല്ലാവരും പരിഭ്രാന്തരായി നിൽക്കുന്നു. ടോട്ടൽ മുംബൈ എന്ന് പറയുന്ന നഗരം തന്നെ എനിക്ക് തോന്നുന്നത് എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും അത്രമാത്രം ആൾക്കാരിൽ ഒരു പാനിക്കാവാത്തൊരു സിറ്റുവേഷനായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരാൾ പോലും പുറത്തിറങ്ങാതെ വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം. എത്ര പേര് വന്നു, എവിടെ നിന്ന് എങ്ങനെയാണ് അറ്റാക്ക് നടക്കുന്നത് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് വരുന്നപ്പോഴാണ് ഞങ്ങൾ NSG കമാൻഡോസ് അവിടെ എത്തിയത്. പക്ഷേ ആക്ച്വലി ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ 10 ടെററിസ്റ്റുകളാണ് അവിടെ വന്നതെന്നും അതിൽ 10 ടെററിസ്റ്റുകളിൽ 9 ടെററിസ്റ്റുകളെ വധിക്കുകയും അതിലൊരു ടെററിസ്റ്റിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരം പൈശാചികമായ ആളെ കൊല്ലുവാൻ വേണ്ടി എൻ്റെ സൂത്രധാരനായ തഹാവൂർ റാണ എന്ന് പറയുന്ന ഏറ്റവും വലിയ സൂത്രധാരനെ പിന്നീട് അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യുകയും അമേരിക്കയിൽ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് കുറ്റവിചാരണ നടത്തിക്കൊണ്ട് നമ്മൾ അദ്ദേഹം കുറ്റക്കാരനെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ പോയിൻ്റ്. അദ്ദേഹം ഏറ്റവും ഒരു കുറ്റവാളിയാണ്, ഇതിൽ കുടുംബീകരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തിക്കുന്നു. അതിൽ ഒരു വ്യക്തിയെന്ന രീതിയിൽ അതിൽ ഓപ്പറേഷനിൽ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, അജ്മൽ കസബിനെ എങ്ങനെയാണോ ശിക്ഷിച്ചത് അതേ രീതിയിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? അന്നത്തെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ ഞാൻ 2 ടെററിസ്റ്റുകളെ ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്യാനും 2 ആളെ വധിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഓബ്രൈ ഹോട്ടലിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്രനേഡ് ആക്രമണം ഉണ്ടായപ്പോൾ ആ ഗ്രനേഡ് താഴെ വന്ന് ബ്ലാസ്റ്റായാൽ ഞാൻ സ്പോട്ടിൽ മരിക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അത് ഹെഡ് ചെയ്തു. പക്ഷേ എൻ്റെ തലയുടെ മുകളിൽ ഒരു 4 ഫീറ്റ് മുകളിൽ തന്നെ അത് ബ്ലാസ്റ്റായി മഴ പെയ്യുന്ന പോലെ അതിൻ്റെ ചെറിയ ചെറിയ ചീളുകൾ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ തട്ടി. അത് കുറേ ഒരു 2-3 ചീളുകൾ ഹെൽമെറ്റിൽ തട്ടി പാറായി പുറത്തുപോയി. അതിലൊരു 3 ചീളുകൾ ഹെൽമെറ്റ് തകർത്തുകൊണ്ട് 3 ചീളുകൾ എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി. അതിൽ 2 ചീളുകൾ നീക്കം ചെയ്തു. ഇപ്പോൾ ഒന്ന് അവശേഷിക്കുന്നുണ്ട്. ഈ മുംബൈ ഭീകരാക്രമണത്തെ നേരിട്ട വ്യക്തിയാണ്, അതിലൂടെ പരിക്ക് പറ്റി ഇരയായ വ്യക്തിയാണ്. അപ്പോൾ അത് നേരിൽ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക്, അതിനെ അതിജീവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ശക്തമായ ശിക്ഷ പ്രതികൾക്ക് നൽകണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. PV മനീഷ് അദ്ദേഹത്തിന് ശൗര്യചക്ര നൽകി രാജ്യം ആദരിച്ചിരുന്നു. 1 മാസം മുമ്പാണ് അദ്ദേഹം സർവീസിൽ 28 വർഷത്തോളത്തെ സർവീസിൽ നിന്ന് വിരമിച്ചു. പക്ഷേ അന്ന് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇനി അങ്ങോട്ട് നാട്ടിലെ യുവാക്കളെയൊക്കെ സേനയിലേക്ക് സജ്ജരാക്കാൻ വേണ്ടിയുള്ള പരിശീലന മുറകളിലേക്കൊക്കെ പോകുന്നുവെന്നാണ്. ഒരുപക്ഷെ നമ്മളെക്കാളും വൈകാരികമായി അദ്ദേഹത്തിന് ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ പ്രതികരിക്കാനും കഴിയും. കാരണം അവർ